ഓണം പോലെ തന്നെ മലബാറുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഓണപ്പൊട്ടന്മാരും. അത്തം പിറന്നാൽ പിന്നെ തിരുവോണം വരെ ആചാരങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ടുള്ള ഓണപ്പൊട്ടന്മാരുടെ തയ്യാറെടുപ്പുകൾ ഏറെയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. കേരളത്തിലെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാന പാരമ്പര്യ നാടൻ കലാരൂപങ്ങളാണ് നമ്മൾ ഈ പ്രദേശത്ത്, കടത്തനാട് പ്രദേശത്ത് ഇന്നും വളരെയേറെ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ തനിമയോടുകൂടി നമ്മളിന്ന് ആചരിച്ചു വരുന്നത്. ഇതിൽ നമ്മൾ കർക്കിടക മാസം ആകുമ്പോഴേക്കും വേടൻ പാട്ട് എന്ന് പറയുന്ന ഒരു ആചാരം, അതാണ് ഇതിൻ്റെ തുടക്കം. അതിനുശേഷം കർക്കിടകം 14 ആകുമ്പോഴേക്കും കാലൻ പാട്ടും, അതേപോലെ കർക്കിടകം 30 ആകുന്ന സമയത്ത് ശീബോധിപ്പാട്ട്, അതിനുശേഷം ഓണത്തെ വരവേറ്റുകൊണ്ട് ഉത്രാടം തിരുവോണം ദിനങ്ങളിൽ ഓണേശ്വര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓണപ്പട്ടൻ എന്ന് പറയുന്ന ആളുകളൊക്കെ സംസാരിക്കാത്തതുകൊണ്ട് ആളുകളുടെ വിശേഷം ആംഗ്യ ഭാഷയിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഓണേശ്വരൻ. അപ്പോൾ അതോടുകൂടിയാണ് ഇതിൻ്റെ ഈ അനുഷ്ഠാനത്തിൻ്റെ പരിപൂർണതയിലേക്ക് ഇത് മാറുന്നത്. ഇതിനെ കടത്തനാട് പ്രദേശത്ത്, പ്രത്യേകിച്ച് നെട്ടൂർ ഭാഗത്ത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഇതിനെ അങ്ങേയറ്റം ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഇത് കെട്ടുന്ന ആളുകൾ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത് സ്വീകരിക്കുന്ന, ഇതിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കേരളത്തിൽ തന്നെ ഇന്ന് ഓണം എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ ഓണേശ്വരന്മാർ ഒന്നിച്ച് നടന്നു നീങ്ങുന്ന ഒരു രീതി, അല്ലെങ്കിൽ അതൊരു എംബ്ലമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്രയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇതിനെ ഇന്ന് ഈ പ്രദേശം കാണുന്നത്. ഇതിൽ നമ്മൾ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അത്തം തുടങ്ങുന്ന അന്ന് മുതലാണ് നമ്മൾ കൂട്ടമായിട്ട് ഇത് കെട്ടുന്ന ഈ കോലധാരികളായിട്ടുള്ള ആളുകൾ, ഓണേശ്വരൻ പിന്നെ വേഷമണിയുന്ന ആളുകൾ വ്രതം എടുത്തു തുടങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ രാവിലെ കുളിച്ച് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി, നമ്മുടെ ശിവക്ഷേത്രമുണ്ട്, പന്തിരടിയോട് ചേർന്നുള്ള അമ്പലമാണ്. നമ്മുടെ പ്രദേശത്തുള്ള പ്രധാന ക്ഷേത്രമായ ശിവക്ഷേത്രത്തിൽ പോയി, തൊട്ടടുത്ത് പരദേവതാ ക്ഷേത്രമുണ്ട്, അവിടെയും തൊഴുത് നമ്മൾ അത്തം മുതൽ വ്രതമെടുക്കുന്നു. വ്രതം എന്ന് പറയുമ്പോൾ പിന്നെ മത്സ്യ മാംസാദികളൊക്കെ തന്നെ ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ 41 ദിവസം എടുക്കുന്ന, ശബരിമല പോകുമ്പോൾ എടുക്കുന്ന വ്രതം എങ്ങനെയാണോ അതേപോലെ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ മനസ്സിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഈ 9-10 ദിവസം ആകുമ്പോൾ, 9ാമത്തെ ദിവസം 8ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ ആഭരണങ്ങളൊക്കെ തന്നെ പുതുക്കി പണിയാനുള്ളത് പുതുക്കി പണിയുന്നു. രാവിലെ എഴുന്നേറ്റ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു തടസ്സവും വരാതെ ഇത് ചെയ്യാൻ പറ്റണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൃത്യമായ ഒരു അർപ്പണബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തിരക്ക് ആയിരിക്കും. ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ നെട്ടൂർ പ്രദേശം
ഓണേശ്വരനില്ലാത്ത ഒരു ഓണം നെട്ടൂർ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ആളുകളൊക്കെ തന്നെ നമ്മൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓണേശ്വരൻ്റെ ഒരു മണി കിലുക്കം എവിടെയും നെട്ടൂർ പ്രദേശത്ത് എവിടുന്നെങ്കിലും കേൾക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളായാലും വലിയ ആളുകളായാലും ഒരുപക്ഷേ ഈ ഓണേശ്വരന്മാരെ വരവേൽക്കുന്നത് കുട്ടികളൊക്കെ തന്നെ വീട്ടിൽ പൂക്കളമിട്ട് പിന്നെ ഓണപ്പൊട്ടൻ കാണണം, പിന്നെ അതിൻ്റെ സ്വീകരിക്കാൻ വീട്ടുകാർ പുടവയൊക്കെ വെച്ചുകൊണ്ട് സ്വീകരിച്ച് വലിയ സ്വീകാര്യതയാണ് വീടുകളിൽ ഉണ്ടാകുന്നത്. ഈ